ആവർത്തന പുസ്തകം 21 അധ്യായം 1 മുതൽ 9 വരെ തിരുവചനങ്ങൾ. ബരകുമോർ, നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് അവകാശമായി തരുന്ന ദേശത്ത് വയലിൽ ഒരുവനെ വധിച്ചിട്ടിരിക്കുന്നത് കാണുകയും അവൻ്റെ കൊലപാതകൻ ആരെന്നറിയാതിരിക്കുകയും ചെയ്താൽ നിന്റെ മൂപ്പന്മാരും ന്യായാധിപന്മാരും പുറത്തു ചെന്ന് നിഹതൻ്റെ അടുത്ത് നിന്ന് അതത് പട്ടണം വരെയുള്ള ദൂരം അളക്കണം. വധിതന് ഏറ്റവും അടുത്തുള്ള പട്ടണത്തിലെ മൂപ്പന്മാർ വേല ചെയ്യിക്കാത്തതും നുകം വയ്ക്കാത്തതുമായ ഒരു പശുക്കിടാവിനെ കൊണ്ടുവരണം. ആ പട്ടണത്തിലെ മൂപ്പന്മാർ ഉഴവും മിതയും ഇല്ലാത്തതും നീർച്ചാലുള്ളതുമായ ഒരു താഴ്വരയിൽ പശുക്കിടാവിനെ കൊണ്ടുചെന്ന് അവിടെ വച്ച് അതിൻ്റെ കഴുത്തൊടിക്കണം. പിന്നെ ലേവ്യരായ പുരോഹിതന്മാർ അടുത്തു ചെല്ലണം. അവരെയല്ലോ നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് ശുശ്രൂഷ ചെയ്യുവാനും കർത്തൃനാമത്തിൽ അനുഗ്രഹിപ്പാനും തിരഞ്ഞെടുത്തിരിക്കുന്നത്. അവരുടെ വിധിപ്രകാരം എല്ലാ വ്യവഹാരവും കലഹവും തീർക്കേണ്ടതാകുന്നു. കൊല്ലപ്പെട്ടവനടുത്തുള്ള പട്ടണത്തിലെ മൂപ്പന്മാർ എല്ലാവരും താഴ്വരയിൽ വെച്ച് കഴുത്തൊടിച്ച പശുക്കിടാവിന്മേൽ തങ്ങളുടെ കൈ കഴുകി ഒഴിക്കണം. ഞങ്ങളുടെ കൈകൾ ആ രക്തം ചൊരിഞ്ഞില്ല, ഞങ്ങളുടെ കണ്ണ് അത് കണ്ടിട്ടുമില്ല. കർത്താവേ, നീ വീണ്ടെടുത്ത നിന്റെ ജനമായ ഇസ്രായേലിനോട് ക്ഷമിക്കണമേ. നിന്റെ ജനമായ ഇസ്രായേലിൻ്റെ മധ്യേ നിഷ്കളങ്ക രക്തം ഇരിപ്പാൻ ഇടവരുത്തരുതേ എന്ന് പറയണം. എന്നാൽ ആ രക്തം സംബന്ധിച്ച കുറ്റം അവരോട് ക്ഷമിക്കപ്പെടും. ഇങ്ങനെ കുറ്റമില്ലാത്ത രക്തം നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കിക്കളയുമ്പോൾ അത് കർത്തൃസന്നിധിയിൽ യോഗ്യമായിരിക്കും. പ്രാർത്ഥനകളെ കേൾക്കുന്നവനും യാചനകൾക്ക് മറുപടി നൽകുന്നവനുമായുള്ളവനെ, ഞങ്ങളുടെ പ്രാർത്ഥനകളെ കേട്ട് ഞങ്ങളോട് നിരപ്പായി കരുണയോടെ ഞങ്ങളുടെ യാചനകൾക്ക് മറുപടി നൽകണമേ. ആമേൻ.